സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓശയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. അതിന്റെ 4-ന്റെ 1-ാമത്തെ വാക്യം കൂടെ നമുക്ക് നോക്കാം. ദേശത്ത് സത്യവുമില്ല, ദയവുമില്ല, പരിജ്ഞാനവുമില്ല, അവർ ആണയിടുന്നു. ഫോഷ്കും പറയുന്നു, കൊല ചെയ്യുന്നു, വ്യഭിചാരികൾ വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, അങ്ങനെ അനേക കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ ഓശ എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷ എന്നാണ്, സാൽവേഷൻ. അപ്പോൾ ഈ ജനം, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുമ്പോഴും ദൈവ പരിജ്ഞാനമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ വാക്ക്, അതായത് ദൈവത്തിന്റെ ന്യായപ്രമാണം അവർ അനുസരിക്കുന്നില്ല, മറുതലിച്ച് നിൽക്കുകയാണ്. അവർ ദൈവത്തിന്റെ വാക്ക് കേൾക്കുകയോ അത് ഫെയ്ത്ത്ഫുൾ ആയിട്ട് അവർ നിൽക്കുകയോ അവർ അനുസരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ദേശത്തിൽ എന്തില്ല? സത്യവുമില്ല, ദയയുമില്ല, പരിജ്ഞാനവുമില്ല. അതുകൊണ്ടാണ് അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ ജനം പരിജ്ഞാനമില്ലായ്കയാൽ നശിച്ചു പോകുന്നു. ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതാണ്. ഒരുപക്ഷെ ഒരു കൊലകള് നടക്കുന്നതും കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നതിന്റെയും കാരണം നമ്മൾ അവർക്ക് റൈറ്റായിട്ടൊരു റൂട്ട്, അതായത് റൈറ്റായിട്ട് ദൈവവചനം അവരുടെ ഉള്ളിനകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ അവർ തെറ്റിപ്പോകുകയില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടെന്ന് വചനം പറയുന്നു. പരിജ്ഞാനത്താൽ അത് എല്ലാം സംഭവിക്കും. ദൈവം നമുക്ക് ബുദ്ധിയെ നൽകും, പോകേണ്ടുന്ന വഴി കാണിച്ചു നൽകും, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു നൽകും. ഇത് വഴിതെറ്റിപ്പോകുന്ന ഒരു ജനത്തെയാണ് ഈ 4-ാം അധ്യായത്തിൽ ഹോശേയ പ്രവാചകൻ പറഞ്ഞു. ഇവരുടെ ഇടയിൽ സത്യമില്ല, കരുണയില്ല, പരിജ്ഞാനവുമില്ല. അതുകൊണ്ട് 3 യോഹന്നാൻ 1:4 ഇങ്ങനെ പറയുന്നു, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ സത്യത്തിന്റെ പാതയിലൂടെ വഴി നടത്തുക, ദൈവമക്കളെ സത്യം തിരിച്ചറിയുക, അതായത് ദൈവത്തിന്റെ വചനം സത്യമായി തിരിച്ചറിയുക. മറ്റുള്ളവരോട് നമ്മൾ ദൈവിക വചനത്തിൽ നമ്മൾ പരിജ്ഞാനമില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ നടക്കുവാനും നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ ഹൃദയം ഭയങ്കരമായിട്ട് കഠിന ഹൃദയരായി പോകും. അത് തന്നെയാണ് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. കുല ചെയ്യുന്നവർ, മദ്യപാനികൾ, പരസംഗം ചെയ്യുന്ന ഒരു കൂട്ടർ, ഫോഷ്ക് പറയുന്ന ഒരു കൂട്ടർ, ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവികമായിട്ടുള്ള ഒരു പരിജ്ഞാനം അവരുടെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോയി. അവർക്കറിയാം അല്ലെ, എന്റെ അധരം കൊണ്ട് അവരെ സ്തുതിക്കുന്നെങ്കിലും, എന്റെ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നെങ്കിലും അവരെന്നെ അറിയുന്നില്ല, വചനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കടി നമ്മൾ ദൈവിക വചനത്തിൽ ഒരു പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുക. മറ്റുള്ളവരുടെ പ്രസംഗം നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വചനം ധ്യാനിക്കുകയാണെങ്കിൽ, വചനം നമ്മൾ യഥാർത്ഥമായി ആ സത്യത്തിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ദൈവം പോകേണ്ടുന്ന വഴി കാണിച്ചു നൽകും, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു നൽകും. ഈ അന്ത്യകാലത്തിൽ പല തത്വജ്ഞാനങ്ങളും പല ഫോഷ്കായിട്ടുള്ള പ്രസംഗങ്ങളും ഒക്കെ നമ്മൾക്ക് ഈ അന്ത്യകാലത്ത് സംഭവിക്കുമെന്നുള്ളത് വചനം പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. അതായത് ഫിലിപ്പിയർ 9:10 പറയുന്നു, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരിക. 1 തിമോത്തിയോസ് 2:4 പറയുന്നു, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അതെ, കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, സത്യത്തിന്റെ പരിജ്ഞാനം. അതായത് എന്റെ വചനത്തിലൂടെ നിങ്ങളൊരു സത്യം അറിയുക, എവിടെയാണ് രക്ഷയെന്നറിയുക, അത് പരിജ്ഞാനത്തിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കുക, നമ്മൾ വിവേകമായിരിക്കുക. അതായത് ഈ അന്ത്യനാളുകളിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരിക. എങ്ങനെയാണ് ഈ പരിജ്ഞാനം വർദ്ധിച്ചു വരുന്നത്? എങ്ങനെയാണ് ഈ വിവേകം നമ്മളിൽ ആയിത്തീരുന്നത്? നമ്മൾ വചനം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയും അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ
കർത്താവ് തീർച്ചയായും നമ്മളിലൊരു പരിജ്ഞാനം, നമ്മളിലൊരു ജ്ഞാനം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ഈ സത്യത്തിന്റെ വചനം നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവരെ പരിജ്ഞാനത്തിൽ അവരെ വളർത്തിയെടുക്കുക, അവർ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും ആ വചനം അവർ അനുസരിക്കുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും സത്യത്തിന്റെ വഴിയിൽ കൂടി നടക്കുവാനായിട്ടും ഇടയായിത്തീരും. അതുകൊണ്ടാണ് 3 യോഹന്നാൻ 1:4 പറയുന്നത്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിലും കരുണയോടും പരിജ്ഞാനത്തോടും കൂടെ കർത്താവിനെ നടക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഈ ഭൂമിയിൽ നമുക്കില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെയും, നമ്മുടെ ദേശത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബം, നമ്മുടെ സഭ എല്ലാം പരിജ്ഞാനത്തിലും സത്യത്തിലും കരുണയിലുമൊക്കെ വളരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.